ശബ്ദനാടകം പാടലീപുത്രം. അവതരണം ദർശന കട്ടപ്പന. ശബ്ദമിശ്രണം ജയരാജ് കട്ടപ്പന. സ്റ്റുഡിയോ JS ഓഡിയോ ലാബ്. ശബ്ദാഭിനയം ചിലമ്പൻ, അനിൽ K. ശിവറാം, രൂപേഷ് ചന്ദ്രു, MC ബോബൻ, അഞ്ജു ജയരാജ്. രചനാ സംവിധാനം EJ ജോസഫ്. പാടലീപുത്രം. ഈ രാത്രി എനിക്ക് മരണരാത്രിയാണ്. ഈ നിലാവും കുളിരും എന്നെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. പ്രകൃതിയുടെ ഈ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗ്യത എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ കണ്ണുകളെ അന്ധത ഭരിച്ചിരുന്നെങ്കിൽ, എന്റെ കാതുകൾ ബധിരങ്ങളായെങ്കിൽ. ഇത് ആഘോഷരാത്രിയാണ്. രാജ്യത്തിന്റെ ഖജനാവ് പുതുക്കിപ്പണിത പാടലീപുത്രത്തിന്റെ ശില്പിയെ രാജശില്പിയായി വാഴിക്കുന്നതിന്റെ ആഘോഷമാണിന്ന്. ഇന്നെന്തുമാകാം, കുടിക്കാം, രമിക്കാം, ആഘോഷിക്കൂ, ആഘോഷിക്കൂ. ഈ രാത്രി എല്ലാവരും എന്റെ പേരിൽ ആഘോഷിക്കുന്നു. ഞാൻ എന്റെ മരണത്തെ തേടുന്നു. എനിക്ക് ഈ ഭാരം വയ്യ. നിങ്ങൾക്കറിയാമോ, ഞാൻ കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോന്നതാണ്. ഇന്നലെ മുതൽ ഞാൻ കൊട്ടാരത്തിലെ ആസ്ഥാന ശില്പിയാണ്. ഈ ഉപകാരങ്ങളെല്ലാം രാജശില്പിയുടെ സ്ഥാനാരോഹണത്തിൻ്റെതാണ്. എനിക്ക് ഭ്രാന്ത് പിടിപെട്ടിരുന്നുവെങ്കിൽ, ബോധമൊന്നും മറഞ്ഞിരുന്നെങ്കിൽ, ഓർമ്മ നശിച്ചിരുന്നെങ്കിൽ. മഹാത്മൻ, ഇതിലേ വരൂ. ഏറ്റവും മുന്തിയ മദ്യം കഴിക്കൂ. പാടലീപുത്രത്തെ മഹാശില്പിയെ രാജശില്പിയായി അവരോധിച്ച ദിവസമാണിന്ന്. മുൻപ് മദ്യപിച്ചിട്ടില്ലല്ലേ? ഇത് തുടക്കക്കാർക്കുള്ളതാ, ദേവന്മാർ കഴിക്കുന്നത്. അങ്ങനെ അങ്ങ് കഴിക്കൂ. നല്ല വില വേണം. 10 രാജഭണ്ഡാരത്തിലേക്കുള്ള വിഹിതമാ. രാജ്യത്തിന്റെ ഖജനാവ് നിറയട്ടെ. കടന്നു വരൂ. ഏറ്റവും മുന്തിയ വേശ്യാലയമാണിത്. ഇവിടെയുള്ളത് തരുണീമണി ദേവസുന്ദരിമാർ. അവരങ്ങേ ഉണർത്തും, ഉറക്കും. ഇതാഘോഷരാത്രിയാ. ഇന്നെന്തുമാകാം. കടന്നു വരൂ. ഈ പണക്കിഴി ഞങ്ങൾക്ക്. 5 കൊട്ടാരത്തിലേക്ക്. രാജാവിനുള്ളതാ. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. മഹാഗുരു, വന്ദനം. അങ്ങേക്ക് എന്തു പറ്റി? രാജാവിനേക്കാൾ ആദരിക്കപ്പെടുന്ന മഹാശില്പിയാണോ ഈ തെരുവിൽ അനാഥനെ പോലെ? നിനക്കാളു തെറ്റി. കടന്നുപോ. ഇത് നിനക്കിരിക്കട്ടെ. കൊണ്ടുപോയി ധനികനാവൂ. വേണ്ട. അങ്ങ് പാടലീപുത്രത്തെ രാജശില്പിയല്ലേ? ഇന്ന് രാജ്യം മുഴുവൻ അങ്ങയുടെ പേരിലുള്ള ആഘോഷമാണ്. അങ്ങു പണിത രാജകൊട്ടാരത്തിന്റെ കീർത്തി ലോകം മുഴുവൻ പരന്നിരിക്കുന്നു. മതി,
ഓ, എന്നെ തനിയെ വിടൂ. ഞാൻ ഈ രാത്രിയിൽ എന്റെ വിധിയെ തിരയുകയാണ്. എവിടെയോ എനിക്കായൊരു തീക്കുണ്ടമുണ്ട്. എനിക്കത് കണ്ടെത്തണം. ഈ സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് കടന്നു പോ. മഹാഗുരു, എൻ്റെ അച്ഛൻ അങ്ങയെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൊട്ടാരം പണിയാൻ അങ്ങയോടൊപ്പം ഉണ്ടായിരുന്ന തച്ചന്മാരിൽ ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിഞ്ഞിരുന്ന അച്ഛന് അങ്ങയുടെ കീഴിൽ കൊട്ടാരം പണിത നാളുകൾ സ്വർഗം പോലെയായിരുന്നു. കൊട്ടാര നിർമ്മിതി കഴിയുമ്പോൾ മാപ്പാക്കി വിടുതൽ നൽകുമെന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് അച്ഛനെ കൂട്ടാൻ. അങ്ങ് ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ്. നിന്റെ അച്ഛന്റെ പേര്? അശ്വഘോഷൻ. രാജാവിനെതിരെ സംഘടിച്ചതിന് 3 വർഷമായി തുറുങ്കിലായിരുന്നു. അശ്വഘോഷൻ, കാരിരുമ്പിന്റെ കരുത്തുള്ള തടവുകാരൻ, രാപകൽ പണിയാൻ മടിയില്ലാത്ത തച്ചൻ. മാപ്പ്, മാപ്പ്. ഗുരു, എന്താണിത്? മാപ്പ്, മാപ്പ്. അങ്ങെന്തിനാണ് മാപ്പ് ചോദിക്കുന്നത്? മഹാരാജാവ് എഴുന്നള്ളുന്നു. എനിക്കിഷ്ടപ്പെട്ടു ഈ അഹങ്കാരം. കലാകാരൻ ഭരണാധികാരികൾക്ക് മുൻപിൽ ഓച്ചാനിക്കേണ്ടവനല്ല. ഭരണാധികാരിയാണ് കലാകാരനെ വണങ്ങേണ്ടത്. വന്ദനം മഹാരാജാവേ. വന്ദനം മഹാശില്പി. പാടലീപുത്രത്ത് ശില്പഗ്രാമത്തിൽ ഒരു മഹാശില്പി ഉണ്ടെന്നറിഞ്ഞു. അറിഞ്ഞ മാത്രയിൽ തന്നെ പുറപ്പെട്ടു. നമുക്ക് അങ്ങയെ വേണം. ഈ രാജ്യത്തെ രക്ഷിക്കണം. അങ്ങയ്ക്ക് പിശകിയോ? ഞാൻ പാടലീപുത്രത്തിന് പുറത്തു പോയിട്ടില്ലാത്ത വെറും ഒരു ശില്പിയാണ്. അറിഞ്ഞത് അതിനും അപ്പുറത്താണ്. മൂവുലകിലും വെല്ലുവാൻ ആളില്ലാത്ത മഹാശില്പി, വാസ്തുകലയിൽ അഗ്രഗാമി, നിർമ്മിതികളുടെ ഉറപ്പ് യുഗാന്തരങ്ങളെ വെല്ലും. രാജ്യം ഭീഷണിയിലാണ്. ശത്രുക്കൾ നിരന്തരം നമ്മുടെ ഖജനാവും നിലവറയും കൊള്ളയടിക്കുന്നു. ആർക്കും കയറാവുന്ന മൈതാനം പോലെയായി കൊട്ടാരവും ഖജനാവും. ഒരാളും ഭേദിക്കാത്ത വിധം ഖജനാവും മതിൽക്കെട്ടും പുതുക്കി പണിയണം. 100 ആനകൾ ചേർന്ന് പിടിച്ചാലും വാതിലുകൾ തുറക്കപ്പെടരുത്. അതിനങ്ങേക്കേ കഴിയൂ. എന്നോടൊപ്പം വരണം. രാജ്യം അങ്ങയോട് അപേക്ഷിക്കുകയാണ്. കേട്ടതിൽ പാതി പ്രശംസകളാണ്. ഈ ശില്പഗ്രാമവും പാടലീപുത്രവും വിട്ട് ഞാൻ എവിടെയും പോവാറില്ല. എത്ര ധനവും ചെലവഴിക്കാം, എത്ര പണിക്കാരെയും ഉപയോഗിക്കാം. ദേവലോകത്തു നിന്ന് വേണമെങ്കിലും സാമഗ്രികൾ ഇറക്കാം. പ്രതിഫലം ശില്പിക്ക് തന്നെ നിശ്ചയിക്കാം. കലാസൃഷ്ടി അല്ലാതെ എനിക്ക് മോഹങ്ങളില്ല. രാജ്യത്തിന്റെ സമാധാനമാണ് വലുത്. ഞാൻ വരാം. എന്നാണ് ആരംഭിക്കേണ്ടത്? കഴിയുമെങ്കിൽ നാളെ തന്നെ. ശില്പിയെ കൂട്ടിക്കൊണ്ടു പോകുവാനാണ് നാം തന്നെ പുറപ്പെട്ടത്. ഈ അപൂർണ ശില്പങ്ങളെ ഉപേക്ഷിച്ച് വരാൻ കഴിയില്ല രാജൻ. 2 ദിവസം തരണം. 4-ാം നാൾ ഭൂമി പൂജ. ഓ, അങ്ങനെയാകട്ടെ. ഒരു വ്യവസ്ഥ, ഒരേ ഒരു വ്യവസ്ഥ. നിർമ്മാണ രഹസ്യം ശില്പിയല്ലാതെ ഒരാളും അറിയരുത്. ഖജനാവിലേക്ക് കടക്കുവാനുള്ള വഴിയും തുറക്കുവാനുള്ള വാതിലും നിഗൂഢമായിരിക്കണം. ഇനിയൊരു ഭീഷണി രാജ്യത്തിനുണ്ടാവരുത്. പണിക്കാരിൽ നിന്ന് നിർമ്മാണ രഹസ്യം ഒളിക്കുന്നത് എങ്ങനെ? 400ഓളം പണിക്കാർ രാപകൽ മെനക്കെടാതെ 400 നാൾ പണിതാലേ നിർമ്മിതി പൂർത്തിയാവൂ.
അതിന് മാർഗം കണ്ടിട്ടുണ്ട്. എങ്ങനെ എന്ന് മാത്രം ചോദിക്കരുത്. ഈ രാജ്യം സുരക്ഷിതമായിരിക്കുന്നു. മൂവുലകിലും നമ്മുടെ ഖജനാവിനെ വെല്ലുന്നതില്ല. നാളുകൾക്ക് ശേഷം ഞാൻ മനസ്സമാധാനത്തോടെ ഇന്നുറങ്ങും. രാജ്യം അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. മഹാഗുരു, എന്റെ രാജാവിന്റെ സ്വാസ്ഥ്യം തിരികെ നൽകിയതിന് നന്ദി. അങ്ങയെ ഈ രാജ്യത്തിന്റെ ആസ്ഥാന ശില്പിയായി പ്രഖ്യാപിക്കുവാൻ അനുവദിക്കണം. ഇന്നു മുതൽ അങ്ങ് രാജശില്പിയാണ്, ആസ്ഥാന കലാകാരരിൽ ഒന്നാമൻ. പാടലീപുത്രത്തെ ശില്പപാളികൾ എന്നെ കാത്തിരിക്കുന്നു. ഞാൻ അവിടം വിട്ട് എവിടേക്കുമില്ല. പുതിയ തലമുറയെ ശില്പകല പഠിപ്പിക്കാനാണ് ഇനിയുള്ള നാളുകൾ. പൊറുക്കണം. അങ്ങയ്ക്ക് പാടലീപുത്രത്ത് കഴിയാം. ഈ രാജ്യം അങ്ങയുടേതാണ്. ഈ ഉപഹാരങ്ങളും സ്വർണ്ണ കിഴികളും സ്വീകരിക്കണം. ഇത് രാജശില്പിയുടെ അധികാര മുദ്ര. രാജ്യം ഇന്ന് ആഘോഷിക്കട്ടെ. എല്ലാവർക്കും മദ്യം വിളമ്പൂ. ആരെയും ഒന്നിനും തടയണ്ട. രാജശില്പിയുടെ നിയമനം ലോകമറിയട്ടെ. മഹാരാജൻ, ഒരപേക്ഷ. അപേക്ഷയോ? ആജ്ഞാപിക്കൂ. പാതി രാജ്യം ഞാൻ തരും. അപേക്ഷയാണ്. ഈ കൊട്ടാരവും ഖജനാവും ഇപ്പോൾ അന്യൂനമാണ്, അഭേദ്യമാണ്. അതെന്റെ കഴിവല്ല. 800 ദിവസം കൊണ്ട് തീരേണ്ട നിർമ്മാണം 400 ദിവസം കൊണ്ട് തീർന്നത് രാപകൽ ജോലി ചെയ്തവരുടെ മിടുക്കാണ്. പ്രശംസ അവരാണ് അർഹിക്കുന്നത്. അങ്ങയുടെ തടവറയിലെ തടവുകാരായിരുന്നു അവരെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ നിർമ്മിതി തീരുന്നതോടെ മോചനം പ്രതീക്ഷിച്ചാണ് അവരധ്യധ്വാനം ചെയ്തത്. അവരെ വിടുതലിന് കൽപ്പനയുണ്ടാകണം. രാജശില്പി അതിൽ മാത്രം ഇടപെടരുത്. ഒരേ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ അങ്ങയെ നിഷേധിക്കും. ഖജനാവിന്റെ സുരക്ഷയാണ് മറ്റെന്തിലും പ്രധാനം. തലമുറകൾ കടന്ന് എന്നിൽ വന്നു ചേർന്നത് വരും തലമുറയ്ക്ക് കൈമാറണം. അതിന് നിർമ്മാണ രഹസ്യമറിഞ്ഞവരാരും ശേഷിക്കരുത്. മുൻപേ വധശിക്ഷ വിധിക്കപ്പെട്ട അവരുടെ ശിക്ഷ പുലർച്ചെ നടപ്പിലായി കഴിഞ്ഞു. മഹാരാജൻ, ചതി, കൊലച്ചതി. രാജശില്പി നിൽക്കൂ. മഹാഗുരു, അങ്ങ് എങ്ങോട്ടാണ് ഓടുന്നത്? മാപ്പ്. ഞാൻ മഹാഭാവി. മാപ്പ്. അങ്ങ് എങ്ങനെ അപരാധിയാകും? അങ്ങ് ഈ ഗൂഢാലോചന അറിഞ്ഞിരുന്നില്ലല്ലോ. എന്നോടൊപ്പം ഖജനാവ് പണിതവർക്ക് മരണശിക്ഷ. ഞാൻ രാജശില്പി, ശാപശില്പി, മഹാഭാവി. അങ്ങ് സമാധാനിക്കും. ഞാൻ അങ്ങയെ ശില്പഗ്രാമത്തിൽ എത്തിക്കാം. അങ്ങ് അവശനാണ്. എന്നെ വിട്ടു പോകൂ. എവിടെയോ ഒരു അഗ്നികുണ്ഡം എനിക്കായി എരിയുന്നുണ്ട്. എനിക്കത് കണ്ടെത്തണം. രാജാവിന്റെ ഈ ഉപഹാരങ്ങൾ, പട്ടും മാലയും രാജശില്പിയുടെ അധികാരമുദ്രയും എനിക്കാവശ്യമില്ല. ഇതിനി നിനക്ക്. പോ. രാജശില്പി,
ഞാൻ കൊട്ടാരത്തിൽ നിന്നാണ്. അങ്ങയെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ മഹാരാജാവ് അയച്ചതാണ്. അങ്ങ് എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? ആരാണ് രാജശില്പി? ഞാൻ ജന്മശാപത്താൽ അലയുന്ന ഒരു വൃദ്ധൻ. നിങ്ങൾക്ക് പോകാം. അങ്ങ് എന്താണ് ഈ പറയുന്നത്? അങ്ങക്ക് എന്തു പറ്റി? അങ്ങ് കൊട്ടാരത്തിലേക്ക് വരൂ. രാജാവിനോട് പറയൂ, ശില്പി ഇന്നലെ മരിച്ചു. എവിടെയോ എന്റെ ചിതയേരിയുന്നു. കഴിവിലേറ്റപ്പെട്ടവരുടെ രക്തം നീതിക്കായി കേഴുന്നു. അത് ഈ പുണ്യനദിയിലും ഒഴുകുന്നു. അത് എന്നെ മാടി വിളിക്കുന്നു. അറിഞ്ഞോ, പാടലീപുത്രത്തെ മഹാശില്പി ആ മുൾപടർപ്പുകൾക്കിടയിൽ മരിച്ചു കിടപ്പുണ്ട്, ഉടുതുണിയില്ലാതെ. രാജാവ് 7 ദിവസം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്തിമോപചാരം അർപ്പിക്കാൻ മഹാരാജാവ് ഇവിടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അതാ എത്തിക്കഴിഞ്ഞു. പാടലീപുത്രം. അവതരണം ദർശന കട്ടപ്പന. ശബ്ദമിശ്രണം ജയരാജ് കട്ടപ്പന. സ്റ്റുഡിയോ JS ഓഡിയോ ലാബ്. ശബ്ദാഭിനയം ചിലമ്പൻ, അനിൽ കെ ശിവറാം, രൂപേഷ് ചന്ദ്രു, MC ബോബൻ, അഞ്ജു ജയരാജ്. രചനാ സംവിധാനം EJ ജോസഫ്.